ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് ഗോൺ ഓൾവേസ് പോസിറ്റീവായി. വീരധീരസൂരൻ, ചിയാൻ വിക്രത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വീരധീരസൂരൻ പാർട്ട് 2. അപ്പോൾ അതിൻ്റെ ടീസർ അണിയർ പ്രവർത്തകർ യൂട്യൂബിലൂടെ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 4.4 മില്യൺ വ്യൂസും കടന്ന് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് വീരധീരസൂരൻ പാർട്ട് 2 ടീസർ എന്ന് പറയുന്നത്. ചിയാൻ വിക്രത്തിൻ്റെ 62ാമത്തെ ചിത്രമാണിത്. തങ്കളാന് ശേഷം വിക്രം അഭിനയിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആദ്യ ചിത്രം തമിഴിലെ അരങ്ങേറ്റ ചിത്രം എന്ന പ്രത്യേകതയും ഉണ്ട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആദ്യ തമിഴ് ചിത്രം എന്ന പ്രത്യേകതയും ധീരവീര സൂര പാർട്ട് 2 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഇവരെ രണ്ടിനെ കൂടാതെ മറ്റൊരു പ്രോമിസിങ് ആക്ടർ എസ് ജെ സൂര്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ പടം മാസമായിരിക്കും. കാരണം സമീപകാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പീക്കി നിൽക്കുന്ന സമയമാണ് കരിയർ. ഏത് റോള് കൊടുത്താലും ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു മനുഷ്യൻ മാനാടിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ അഭിനയവും ചിത്രത്തെ ഒരു വേറിട്ടതാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിത്രം ജനുവരി 2025 റിലീസ് പറഞ്ഞിരിക്കുന്നത്. പൊങ്കൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ആയിരിക്കുമെന്ന് തോന്നുന്നു. പൊങ്കലിന് അജിത് ചിത്രമൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. ഏതായാലും 2025 ജനുവരിയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. ഇതിൻ്റെ സംവിധായകൻ എസ് യു അരുൺകുമാറിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പണ്യാരും പത്മിനിയും 2014 പുറത്തിറങ്ങി. വിജയ് സേതുപതിയായിരുന്നു നായകൻ. 2ാമത്തെ ചിത്രം വൻ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. വിജയ് സേതുപതി തന്നെയായിരുന്നു അതിൽ നായകൻ, പോലീസ് വേഷത്തിൽ. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ സിന്ധുബാദ്, അതിലും വിജയ് സേതുപതിയായിരുന്നു നായകൻ. പിന്നീട് 2023 പുറത്തിറങ്ങിയ ഏറെ പ്രശംസ നേടിയ ചിത്ത, സിദ്ധാർത്ഥായിരുന്നു നായകൻ. അങ്ങനെ 4 ചിത്രങ്ങളാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തത്. ഇതിൻ്റെ 5ാമത്തെ ചിത്രമാണ് വീരധീരസൂര പാർട്ട് 2 എന്നത്. ഇതിൻ്റെ ടീസറിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെ പ്രോമിസ് നൽകുന്ന ഒരു ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രത്യേകിച്ച് ചിയാൻ വിക്രത്തിൻ്റെ ഒരു മാസ്, അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വില്ലേജ് ലുക്കിൽ കാണാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു. ധൂളിനൊക്കെ നമ്മൾ കണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ വില്ലേജ് ലുക്ക്. അതായത് മുണ്ടൊക്കെ എടുത്ത് നല്ല സെറ്റാണ്. പ്രത്യേകിച്ച് ടീസറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ, ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി മാസമായിട്ട് ഇറങ്ങി വന്നിട്ട് ബോംബെടുത്ത് എറിയുന്ന ഒരു സീന്, അതൊക്കെ വളരെ മാസമായിട്ട് തോന്നി. അതൊക്കെ തിയേറ്ററിൽ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വളരെ പ്രോമിസിങ് നൽകുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. എസ് ജെ സൂര്യ പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ ഒരു പോലീസിനും ഒരു ഗ്യാങ്ങിനും ഇടയിൽ നടക്കുന്ന ഒരു ഗ്യാങ് ബാർ ആണെന്നാണ് എനിക്ക് ടീസർ കണ്ടപ്പോഴും മനസ്സിലായത്. ട്രെയിലറൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഏതായാലും വളരെ പ്രോമിസ് നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് അഭിനേതാക്കൾ തുഷാര വിജയൻ, സുരാജ് വെഞ്ഞാറമൂട്, എസ് ജെ സൂര്യ, അങ്ങനെ നിരവധി അഭിനേതാക്കളുണ്ട്. ഏതായാലും ചിയാൻ വിക്രത്തിൻ്റെ ആ ഒരു അടിപൊളി ലുക്കും അതോടൊപ്പം അദ്ദേഹത്തിന് മാസമായിട്ടൊരു അപ്പീരിയൻസും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ചിത്രം വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്ന തേനി ഈശ്വറാണ്. ഇതിൻ്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്ന ജി വി പ്രകാശ് കുമാറിൻ്റെ പീക്ക് ടൈമിലൂടെയാണ് പോകുന്നത്. അമരനൊക്കെ ഉണ്ടാക്കിയ ഓളം, അതിൻ്റെ പാട്ടുകൾ BGM ഒക്കെ ഉണ്ടാക്കിയ ഓളം ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതായാലും ജി വി പ്രകാശ് കുമാറിൻ്റെ അടിപൊളി മ്യൂസിക്കും കൂടെ ആകുമ്പോഴേക്കും ചിത്രം വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 ജനുവരിയാണ് ചിത്രം റിലീസ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.